ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിനെതിരെ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. ജഡ്ജി ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി മുമ്പ് സേവനമനുഷ്ഠിച്ചയാളെന്ന് ഹൈബി ഈഡൻ നൽകിയ നോട്ടീസിൽ പറയുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ബോംബെ ഹൈക്കോടതി രൂക്ഷമായ പരാമർശം നടത്തിയ പശ്ചാത്തലത്തിലാണ് നോട്ടീസ്. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം കോൺഗ്രസ് വൃത്തങ്ങളിലൊക്കെ വലിയ അമർശമുണ്ടാക്കുകയും അതിനെതിരെ ഒരു പരസ്യ പ്രതികരണമൊക്കെ കോൺഗ്രസിൽ നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജഡ്ജിക്കെതിരെ ഉള്ള അടിയന്തര പ്രമേയ നോട്ടീസ് കൂടി. ജിൽസ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം തന്നെയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത്. കാര്യം ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നടത്തിയ പരാമർശങ്ങൾ, ആ അപകീർത്തി കേസ് പരിഗണിച്ചിരുന്ന സമയത്താണ് ജഡ്ജി ഒരു ഗുരുതരമായ ഒരു പരാമർശം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയത്. ഇതൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ജഡ്ജിമാർ പലരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന അവരുടെ പഴയ പടങ്ങൾ തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയുള്ള ഒരാളായിരുന്നു പിന്നീട് ജഡ്ജിമാരായി മാറുന്നത്. ഇത് ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് കടുത്ത ആശങ്ക ഉളവാക്കുന്നു. ഈ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഹൈബി ഈഡൻ ആവശ്യപ്പെടുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.